ശിശുത്വം തന്നെയാണ് വളരെ സന്തോഷം തോന്നി. എല്ലാവർക്കും പിടിച്ചൊരു കാര്യം ചെറിയ ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. ചിന്ത മറ്റൊന്നുമല്ല, നമുക്ക് ദൈവത്തിനെ ഓരോരുത്തരെയും കുറിച്ച് വലിയ പർപ്പസ് ഉദ്ദേശം, ഓരോരുത്തരെയും വലിയ ഉദ്ദേശം പ്രധാനമായ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവമുണ്ടാകുന്ന കാര്യം ഒന്നുമായി വെച്ചാൽ എല്ലാ ജീവജാലങ്ങൾക്കും അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട്. കാരണം ഏതൊരു സസ്യത്തിനും അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട്, ഏതൊരു വൃക്ഷത്തിനും അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട്, ഏതൊരു മൃഗത്തിനും അങ്ങനെ ഉദ്ദേശമുണ്ട്. എന്തുദ്ദേശം അറിയാം? അതിന്റെ തലമുറയെ നിലനിർത്തുക. ഒരു സസ്യം അല്ലെങ്കിൽ ഒരു വൃക്ഷം ഉണ്ടാകുന്നത് അതുപോലെ ഉണ്ടാക്കാൻ. ഒരു പയറ് ഉണ്ടാകുന്നത് നമുക്ക് വർഷത്തിലേക്കല്ല, അതിന്റെ കൂടെ കുറെ പയറുകളുണ്ടാകും. അതിനടങ്ങിയിരിക്കുന്ന ഉത്തരവാദിത്വം അതാണ്. ആ പയറിന്റെ ചെറിയ വിത്തിൽ അടങ്ങിയിരിക്കുന്ന ഉത്തരവാദിത്വം അതാണ്. അതിനെ പോലെ അതേ രൂപമുള്ള, അതേ സാദൃശ്യമുള്ള, അതേ ടേസ്റ്റുള്ള, അതേ സൗന്ദര്യമുള്ള, അതേ സ്വഭാവ ഗുണമുള്ള അതൊരു സസ്യം തീരുമാനിക്കുന്നു. ഒരു വൃക്ഷം തീരുമാനിക്കുന്ന പ്രകാരം പുളിയന്മാർ വീട്ടിൽ നിന്നിട്ടില്ല, നല്ല പുളിയന്മാർ നിന്നിട്ടില്ല. പുളിയന്മാരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അനേക പുളിയന്മാർ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതാണ്. അനേകം അതേ സ്വഭാവമുള്ള, എന്റെ അതേ രൂപമുള്ള, ഒരു മാറ്റവുമില്ല, എന്റെ അതേ ഭംഗിയുള്ള, എനിക്ക് പുളിയാണോ? ഓരോ ജീവനുള്ള കാര്യത്തിൽ അപ്രകാരം ഉത്തരവാദിത്വം നിക്ഷിപ്തമാണ്. അങ്ങനെയെങ്കിൽ മനുഷ്യന് വേണ്ട ഉത്തരവാദിത്വം എന്റെ പോലെ ഇരിക്കുമെന്ന് പറയുമ്പോൾ അതിന് സന്തോഷം ഇരിക്കുക. എന്റെ വൈദ്യുനെ പോലെ ഇരിക്കുക, അതുപോലെ ഇരിക്കുക.
ദൈവിക പർപ്പസ് എന്താണ്? ദൈവം തന്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചിട്ട് ഇതുപോലെ ഇരിക്കുന്ന കുറച്ച് കുഞ്ഞുങ്ങളെ എനിക്ക് സ്വർഗ്ഗത്തിൽ വേണം. ദൈവത്തിന്റെ പർപ്പസ് ആണ് ഇതുപോലെ രൂപങ്ങളുള്ള, ഇതുപോലെ സ്നേഹിക്കാൻ അറിയാവുന്ന, ഇതുപോലെ ദയയുള്ള, ഇതുപോലെ സൗന്ദര്യമുള്ള, ഇതുപോലെ ദീർഘക്ഷമയുള്ള, ഇതുപോലെ വിശ്വസ്തനായിരിക്കുന്ന, ഇതുപോലെ സന്തോഷമുള്ള, ഇതുപോലെ ഇന്ദ്രിയജയമുള്ള അതേപോലെ ചെയ്യുന്നു. സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചിട്ട് ദൈവത്തിന് എന്റെ മേലുള്ള പർപ്പസ് ആണ്. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരുടെ മേലുള്ള ദൈവിക പർപ്പസ് അതാണ്. അതുപോലെ ഒരു മാറ്റവുമില്ല. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങൾ എന്നിൽ വസിക്കുന്നു, നമ്മിൽ വസിക്കുന്നു, നിങ്ങളിൽ വസിക്കുന്നു. അപ്പോഴാണ് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ആത്മീയ ഫലങ്ങൾ പുറപ്പെടും. എന്താണോ ക്രിസ്തുവിൽ അടങ്ങിയിരിക്കുന്നത് അത് എന്നിൽ നിന്ന് പുറത്തുവരണം. ദൈവത്തിന് ഒരു പർപ്പസേ ഉള്ളൂ, ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും. അതുപോലെ സ്നേഹിക്കാൻ അറിയാവുന്ന, ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കാൻ അറിയാവുന്ന, ക്രിസ്തുവിനെ പോലെ സമാധാനം ഉണ്ടാക്കുന്ന, സൗമ്യനായിരിക്കുന്ന, വിശ്വസ്തനായിരിക്കുന്ന, ദയവായിരിക്കുന്ന, ദീർഘക്ഷമനായിരിക്കുന്ന, ഇന്ദ്രിയജയമുള്ള കുറച്ചുപേരെ സ്വർഗ്ഗത്തിലേക്ക് ആവശ്യമുണ്ടേ. കുറച്ചുപേരെ സ്വർഗ്ഗത്തിലേക്ക് ആവശ്യമുണ്ട്. അത് എന്റെ നിങ്ങളുടെ മേൽ അടങ്ങിയിരിക്കുന്ന, നിക്ഷിപ്തമായിരിക്കുന്ന ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കുന്നു. ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കാൻ സാധിക്കും. ക്രിസ്തുവിനെ സ്നേഹിക്കാൻ വേണ്ട എന്നെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എന്നെ ആർക്കും വേർതിരിക്കാൻ സാധിക്കും? Who can detach me from the love of God? എന്നെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ആർക്കും വേർതിരിക്കാൻ സാധിക്കും? കഷ്ടതയ്ക്കോ, പതിരിക്കോ, ഉപദ്രവത്തിനോ, ആപത്തിനോ, നന്മയ്ക്കോ, വാഴിനോ, ഇപ്പോഴുള്ളതിനോ, വരുമാനത്തിനോ, നച്ചിയിലോ, മരണത്തിനോ, ഏതോ ഭാഷയിലോ എന്നെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എന്നെ വേർതിരിക്കുവാൻ സാധിക്കും. Who can detach me from the love of God? ദൈവ സ്നേഹത്തിൽ നിന്ന് എന്നെ പിരിക്കുവാൻ, എന്നെ വേർതിരിക്കുവാൻ ആർക്കും സാധിക്കും? Praise the Lord. ദൈവ സ്നേഹം, ആ സ്നേഹം നിങ്ങളിലേക്കൊന്ന് ഒഴുകണം. ആ സ്നേഹം എന്നിലേക്കും നിങ്ങളിലേക്കും ഒഴുകണം. ഒഴുകാതെ ഒരു രക്ഷയില്ല. ഈ വചനം പ്രമാണിക്കാനുള്ളതാണ് വചനം. ഒഴുകാതെ ദൈവ സ്നേഹത്തിലേക്ക് അയക്കുക. From the love of God. ദൈവ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കുവാൻ ആർക്കും സാധിക്കും? ആർക്കും സാധിക്കും? എന്റെ ദൈവ സ്നേഹത്തിൽ നിന്ന് മാറ്റുക. Praise God. Hallelujah. ഈ വചനം പ്രമാണിക്കാനുള്ള Praise God. Hallelujah. ദൈവ സ്നേഹം മാറ്റിയെടുത്തത് നന്ദിയോടുകൂടി ഞാൻ ദൈവ സ്നേഹത്തിലാണ് ഓരോരുത്തരുമായി ചേർന്നത്. കാരണം അവൻ എന്നെ തേടിയാണ്, അവൻ ഇസ്രായേലിലും പാലസ്തീനിലും മാക്സിനെ തേടിയാണ് നടന്നത്. അവൻ എന്നെ തേടിയാണ് പാലസ്തീനിൽ മരുഭൂമിക്ക് അപ്പുറത്ത് അവൻ എന്നെ തേടിയാണ് നടന്നത്. അവൻ ഈ ഭാവിയായി എന്നെ തേടിയാണ് യേശു നടന്നത്. മാറ്റുവാനായിട്ട് സാധിക്കും. യേശു സൗമ്യത, അത് ഈ സൗമ്യത. സൗമ്യത എന്താണ്? എല്ലാത്തിനും അടിയറവ് പറയുന്നതല്ല സൗമ്യത. എല്ലാത്തിനും അടിയറവ് പറയുന്നതല്ല സൗമ്യത. സൗമ്യത എന്ന് പറയുന്നത് വചനവുമായിട്ട് ഒരു
കോംപ്രമൈസ് ചെയ്യാത്ത സൗമ്യത. അടിയോട് പറയുന്നത് ഞാൻ നേരത്തെ വരുമോ സൗമ്യത എന്ന് പറയുന്നത് ചിലരുടെ എല്ലാവർക്കും സൗമ്യം, എല്ലാവരും എന്ത് ചെയ്താലും കൊടുക്കും സൗമ്യത. പക്ഷെ ഒറ്റയടിക്കും വിസരങ്ങൾ മഹാസൗമ്യമായിരുന്നു. ഒറ്റയടിക്കും വിസരങ്ങൾ കോംപ്രമൈസ് ചെയ്യാത്തയാണ് സൗമ്യം. മുസ്ലിംകാരെയും കച്ചവടക്കാരെയും പൻപാടുകാരെയും യേശു ചാട്ടവാരെടുക്കുന്നതിലേക്ക് പുറത്തായി. എന്താ സൗമ്യത? വചനവുമായിട്ട് കോംപ്രമൈസ് ചെയ്യരുത്. വചനത്തിന് വിധേയപ്പെടണം. ആരാധന വചനത്തിന് വിധേയപ്പെട്ടു. ഈ വചനം ആരും പറഞ്ഞു പറഞ്ഞാൽ വചനമുള്ളതാണോ എന്നറിയാൻ അതിനെക്കുറിച്ച് ചിന്തിക്കണം. അതിലേക്ക് മാനസാന്തരം വരുന്നത്. അപ്രകാരം മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ലെങ്കിൽ ഇവിടെയും ഉൾപ്പെടുന്നു. ഇതിനകത്ത് ഉൾപ്പെടുന്നു. ഈ വചനം എന്റെ ഹൃദയത്തിൽ ക്രിയ ചെയ്യുന്നില്ലെങ്കിൽ, ഈ വചനം എന്റെ അകത്ത് പറയുന്ന എനിക്ക് മാനസാന്തരം വരുത്തുന്നില്ലെങ്കിൽ, ഈ വചനം കേൾക്കുന്ന നിങ്ങളിൽ ഒരു ഗുണം ഉണ്ടാക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ സമയത്ത് വെറുതെ വേസ്റ്റ് ചെയ്യും. വെറുതെ വേസ്റ്റ് ചെയ്യാം. ഒരു പ്രയോജനവും ഒരു പ്രയോജനം. ഈ വചനം ആര് പറഞ്ഞാലും ഹരോമയ വിശ്വാസികൾക്ക് ഒക്കുന്നു. ഇത് തന്നെയാണോ എഴുതിയിരിക്കുന്നത്? ഇത് തന്നെയാണോ പറഞ്ഞിരിക്കുന്നത്? നോക്കിയിട്ട് അത് പ്രമാണിക്കും. അത് പ്രമാണിക്കുന്നവർ കൂടെയായിരിക്കും എപ്പോഴും ദൈവസ്നേഹത്തിൽ വളരെ